ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസത്തെ പറ്റിയിട്ടാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ഇന്ന് പത്തിരിയായിരുന്നു. അപ്പോൾ ഞാനും സാബ്രിക്കയും ഉമ്മയും ഒരുമിച്ചാണ് കഴിച്ചത്. ഉപ്പ രാവിലെ കഴിച്ചിട്ട് പോയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പൊതുവെ ആകാശവാണി ഇടുന്നൊരു പതിവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സാബർക്ക് ഇറങ്ങി. ഞാനും ആദ്യം ബൈ പറയാൻ പോയി നിൽക്കുകയാണ്. അതിക്ക് പനിയായ കാരണം വലിയ എനർജി ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ സാബർക്ക് പോയി. എൻ്റെ പണികൾ ഞാൻ പതിയെ സ്റ്റാർട്ട് ചെയ്തു. അടുക്കള ഫുൾ അലങ്കരിക്കുന്നത് ഉമ്മയാണ്. എൻ്റെ സെക്ഷൻ ക്ലീനിങ്ങും വാഷിങ്ങൊക്കെയാണ്. നമ്മൾ അടുക്കള കാര്യങ്ങളിൽ പാചകത്തിൽ അത്ര അഗ്രഗണ്യമല്ലാത്തതുകൊണ്ടും ഉമ്മ അഗ്രഗണ്യമായതുകൊണ്ടും എന്തുകൊണ്ടും നല്ലത് ഉമ്മ തന്നെ അടുക്കളയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ വളരെ വേഗത്തിൽ ഞാൻ തീർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കുളിച്ച് വേറെയും ചില പരിപാടികളുള്ളതുകൊണ്ട് എല്ലാം തന്നെ പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു. എത്ര പേര് ടൈം വെച്ച് ജോലി ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇത്ര സമയത്തിനുള്ളിൽ എല്ലാ പരിപാടിയും തീർക്കണം അങ്ങനെ ഒരു കണക്കിലാണ് ഞാൻ എല്ലാ ജോലികളും ചെയ്യാറ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു അടുക്കും ചിട്ടയൊക്കെ വരും. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ നീങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാനും പറ്റും. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലരെങ്കിലും രാവിലെ തുടങ്ങുന്ന പണി വൈകുന്നേരം ആയാലും തീരില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ടൈം മാനേജ്മെൻറ്റ് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ എല്ലാവരും ഡിഫറെൻ്റ് ആണല്ലോ. എല്ലാവരുടെയും ശൈലിയും വേഗതയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ എനിക്ക് ഈ ഒരു ശീലം കിട്ടിയത് എൻ്റെ 2 ഉമ്മമാർക്കും അതിൽ പങ്കുണ്ട്. ഇവിടുത്തെ ഉമ്മയാണെങ്കിലും എൻ്റെ ഉമ്മയാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പൊതുവെ നമുക്കും സ്പീഡ് താനെ വന്നോളും. അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്ന എൻ്റെ പണി പര്യവസാനത്തിൽ എത്താറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെയുള്ള പണി കുളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് താഴെ വന്നപ്പോഴുള്ള കാഴ്ച ഇതാണ് കേട്ടോ. രാവിലെ ആദിക്ക് പനിയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയും കൂടെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇവരിറങ്ങുന്നതും മഴയും രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെയും കുറച്ച് വർക്കുള്ള കാരണം ഒരു ഒക്കെ വെച്ച് കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് പതിയെ മുകളിലേക്ക് കയറി റൂമിലെത്തി ലാപ്ടോപ്പ് എടുത്തു പുറത്ത് വന്നിരുന്നു. ഞാൻ പൊതുവേ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാറ്. ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. റൂമിലിരുന്ന് ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ ഞാൻ ഏർപ്പെട്ടാൽ പൊതുവെ പതുക്കെ അങ്ങ് മാറ്റി വെച്ച് ഞാൻ കിടക്കാറാണ് പതിവ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടും വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. അപ്പോഴേക്കും ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പാക്ക് ചെയ്ത് ഉപ്പ പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും സാബർക്ക് എത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ മുസമ്പിയൊക്കെ ഇങ്ങനെ കഴിച്ച് പതുക്കെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഞാനും സാബർക്കയും ലുലുവും കൂടെയാണ് പോകുന്നത്. നിംസിലാണ് അതിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വണ്ടൂരുള്ള. അപ്പോൾ കുറച്ച് ദിവസമായി അതിക്ക് പനി തുടങ്ങിയിട്ട്. ആളിന്ന് ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി ഇറങ്ങുമ്പോഴേക്കും ഉപ്പ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്തേക്ക് പോയി. ആൾ തീരെ സഹകരണം ഉണ്ടായിരുന്നില്ല. സംസാരമൊക്കെ വളരെ കുറവായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് തിരിച്ച് പോന്നു. അപ്പോൾ പോകുന്ന വഴി ലുലുവിൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുലുവിൻ്റെ താത്താമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലുലുവിൻ്റെ വീട്ടിലും ജസ്റ്റ് കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ ചേർന്നതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം.